അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് റിയാദുസ് സാലിഹീൻ ക്ലാസ് 438 ഹദീസായിട്ട് ഇതിന്റെ വിശദീകരിക്കോണ്ടത്. ചാനലിക്ക് പുതിയ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കോ, ലിങ്ക് മറ്റുള്ളവർക്ക് തോട്ടി കൊടുക്കോ, നിങ്ങളെ സ്റ്റാറ്റസിൽ ഇട്ടിട്ടും പ്രചരിപ്പിക്കോ. ഈ പോയിന്റത്തെ ഹദീസത്തിൽ വലിയ ഹദീസായിട്ട് ഇത് അബുൻ നജീഹ് അംറുബ്നു അബസ റളിയല്ലാഹു അൻഹു ചൊല്ലൊരു സംഭവം ഹദീസിൽ വലിയതായിട്ടില്ല. ഇൻഷാല്ലാഹ് ഹദീസ് കടക്കലേക്ക് മുതൽ എന്തായിട്ടില്ല ഹദീസിൽ ചൊല്ലേ. അതായത് അംറുബ്നു അബസാൻ ചൊല്ലാല് അയാൾക്ക് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 40 വർഷത്തിലല്ലേ തങ്ങൾക്ക് നുബുവത്ത് കിട്ടേ. ആ നുബുവത്ത് കിട്ടേക്ക് മുന്നൽ തന്നെ ഇയാൾക്ക് എന്തുണ്ട് അണ്ടത്തെ ആളുമാർ ചെയ്തോണ്ടുള്ളത് ശരിയല്ലാത്ത ഇയാൾക്കും തോന്നും. എന്താണെങ്കിൽ ഈ മക്കത്തിൽ ഞങ്ങളെ നബിയേക്കാൾ മുന്നോളൂ ഇസ്മായിൽ നബി അലൈഹി സ്വലാമായിട്ട് കിടന്നെ എത്രയോ ആയിരക്കണക്ക് വർഷത്തിന് മുന്നോളൂ. അപ്പൊ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ദീനും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദീനും ആ മക്കറായത്തങ്ങൾക്ക് പരിചയമുണ്ട്. വർഷങ്ങളോളം ആ ദീൻ അങ്ങ് മുറുകെ പിടിച്ചുകൊണ്ട് വന്നാണ്. അതിൽ കുറേ കാലം കഴിയുമ്പോഴത്തായിട്ട് ഒരാൾ എന്താക്കിയത് ഒരു കല്ലിൽ നിന്നും ഒരു വിഗ്രഹത്തെ രൂപയ്ക്ക് എത്തിയിട്ട് ഇതൊക്കെ പൂജാക്കാൻ തുടങ്ങി. ഇതൊക്കെ ഇങ്ങനത്തെ ഞങ്ങൾക്ക് ഈ കട്ടി ചെന്നിട്ട് വേറൊരായത്ത് ആക്കരുത് നോക്കിയിട്ട് ഈ മക്കറായത്ത് കൊണ്ടുവന്നു. അപ്പൊ ഒഞ്ചെണ്ടാൽ അതിരെ പരവത്തെ ശരിയാണ്. പിന്നെ വർഷപ്പം പോലെ ഈ കാല് കൂടിയ വന്ന് ഈ ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയുടെ ദീനും എന്തായി വന്ന് കൊരടിയായിട്ട് വന്ന് ഇനി ഇതിരെ പരവത്തെ ശരിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാറ്, കഅബ തവാഫ് ആക്കിടാറ്, ഹജ്ജ് ആക്കിടാറ്, അള്ളാഹുൽ വിശ്വസിച്ചിടാറ്, ഇബ്രാഹിം നബിന്റെ വിശ്വസിക്കാറ്, അതിലൊട്ടുക ഇതിലെല്ലാം ചെറിയ ചെറിയ പടച്ചോന്മാരിട്ട് വിശ്വസിക്കാറ്. അപ്പൊ അള്ളാഹുടൊട്ടുക്ക് വേറെ പടച്ചോന്മാരെ സേർപ്പടാക്കിടേക്കായിട്ട് ശിർക്ക് ചൊല്ലേ. അതുകൊണ്ടായിട്ട് മക്കത്തെ ആൾമാർക്ക് അങ്ങ് ചൊന്നിന്ന് മക്ക മുശ്രിക്കുകൾ ചൊന്നേന്. അപ്പോ അങ്ങ് ഇസ്ലാമുക്ക് ശിർക്കിടെ കൊണ്ടുവന്ന് കൂട്ടിയങ്ങായിട്ടില്ല. അപ്പൊ അങ്ങ് തവാഫും ആക്കിയുന്നാറ്, സൈ ആക്കിയുന്നാറ്, ഹജ്ജാക്കിക്കൊണ്ടിരുന്നാറ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നിരുന്നാറ്, അതിലൊട്ടിക്ക് ലാത്താൻ ചൊല്ലറ് പടച്ചോനും ഉസ്സാൻ ചൊല്ലറ് പടച്ചോനും ഇതെല്ലാം ആക്കിയുന്ന. അപ്പൊ ഇയാൾക്ക് എന്തുണ്ട് ഈ അംറുബ്നു അബസാൻ ചൊല്ലാൾക്ക് ഇത് നബിത്തങ്ങൾ നുബൂവത്ത് കൊണ്ടുവണ്ടേക്ക് മുന്നലെ അയാൾക്ക് ഇതിൽ ഡൗട്ട് ഉണ്ട്. ഇത് ശരിയല്ല, ഇബ്രാഹിം നബി ഇസ്മായിൽ നബി ഒന്നും പഠിപ്പാട്ടിട്ടില്ല. അപ്പൊ ഇയാൾ എന്താക്കിയത് മക്കത്തിൽ ഒരു നബി വന്നിട്ടുള്ള വിഷയം ഇയാൾ കിട്ടിട്ടാകുമ്പോൾ ഇയാൾ മക്കത്തേക്ക് പണ്ട്. പക്ഷെ അണ്ട് മക്കത്തിൽ നബിത്തങ്ങളോട്ട് ആളില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു ഇഞ്ചണ്ടാൽ ഇസ്ലാം സ്വീകരിച്ച ഒരു ടൈം. നബിക്കാണെങ്കിലോ പറത്തിഞ്ഞിട്ട് ഇങ്ങനെ ചൊല്ലു കൊടുക്കും പോലത്തെ ഇല്ല. ആൾമാരൊക്കെ നബിയുടെ എതിരിൽ തിരിഞ്ഞിട്ട് നബിയുടെ ശത്രുക്കളായിട്ട് ഒരു ടൈം ആയിട്ടിക്കുന്നത്. നബിക്ക് 13 വർഷം മക്കത്തിൽ ഇസ്ലാം ദീൻ നബി പ്രബോധനാക്കുന്നുണ്ട്. അതിൽ പിന്നെ 3 വർഷം രഹസ്യമായിട്ടായിട്ടിരിക്കുന്നത്, പിന്നത്തെ 10 വർഷം പരസ്യമായിട്ടായിട്ടിരിക്കുന്നത്. അപ്പൊ നബിക്ക് കുറെ ഉപദ്ര സഹിക്കേണ്ടി വന്നത്. അപ്പൊ മക്കത്തെ ആൾക്കാർ ബഹിഷ്കാരാക്കിയിട്ടാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നബി പറത്തിരിയൊക്കെ ആവാത്ത ഒരു സന്ദർഭത്തിലായിട്ട് ഇയാൾ മക്കത്തേക്ക് നബിനെ തേടിയിട്ടെത്ര. അപ്പൊ നബിനെ തേടിയിട്ടെത്തുമ്പോൾ ഇയാൾ എന്താക്കിയത് മക്ക മുസ്ലിക്കിങ്ങ ഗൊന്താവാത്തത് പോലെ കട്ടിട്ട് ഒണിച്ചിട്ട് നബി തങ്ങളെ മുട്ടെത്തിത്ത് എത്തിയിട്ട് കേൾത്ത് ഞാൻ നബി എന്തൊരു കണ്ണിയല്ല നബിയായിട്ട് അള്ളാഹ് കടത്ത്. അപ്പൊ ഈ വിഷയമല്ല ചൊന്ത. അപ്പൊ ചൊന്ത ഞാൻ നിങ്ങൾ ഒട്ടുകൊല്ല. അപ്പൊ ചൊന്ത ഇപ്പൊ നിങ്ങൾ നിൽക്കണ്ട, ഇപ്പൊ നിങ്ങൾ പോകും. പക്ഷെ നാന് അതായത് ഈ ദീൻ ഇടിയൊക്കെ വ്യാപിച്ചിട്ട് ഒരു മേൽ പണ്ട ഒരു ടൈമുണ്ട്. അപ്പൊ നിങ്ങൾ എൻ്റെ മുട്ട വെറും നബിയായില്ല കടത്ത്. അപ്പൊ ഇയാൾ എന്താക്കത് പിന്നെ മദീനത്ത് നബി തങ്ങ മദീനത്ത് പോയിട്ട് ഇസ്ലാമല്ല മദീനത്തിലും മക്കത്തിലെല്ലാം വളർന്നു വേണ്ട ആൾക്കാർ നബി തങ്ങ മദീനത്ത് എത്തിയാൽ പിന്നെ ഇയാൾ മദീനത്ത് പോകണം. അപ്പൊ നബി തങ്ങളിട്ട് പോയിട്ട് നബി തങ്ങളിട്ട് ഇയാൾ പിന്നെന്താക്കത് കേൾക്കുന്നു എൻ്റെ ഗുർത്തൻ ഗുർത്തുണ്ട് അണ്ട് നീ മക്കത്ത് വന്നാലല്ലേ. അപ്പൊ അവിടെ കൂടും നബി തങ്ങളിട്ട് പഠിക്കരുത്. എന്നിട്ട് ഇസ്ലാമിന്റെ നിസ്കാരത്തെ കുറിച്ച് പഠിക്കരുത്. അപ്പൊ നബി തങ്ങൾ അവിടെ ഉളുടെ നിസ്കാരത്തെ വിഷയം ചൊന്നു കൊടുക്കരുത്. അതുപോലെ ഉളുടെ വിഷയം ചൊന്നു കൊടുക്കരുത്, ഉളുടെ മഹത്വം ചൊന്നു കൊടുക്കരുത്. അപ്പൊ ഉളുടെ മഹത്വം ചൊന്നു കൊടുക്കരുത്. അവിടെ ആ ഉളുടെ മഹത്വം ചൊന്നു കൊടുത്തിട്ടാകുമ്പോൾ അബൂമാമ എന്നൊരു സ്വഹാബിലെ എതിരിലായിട്ട് ഈ മഹത്വം ചൊന്നു കൊടുക്കരുത്. അപ്പൊ അയാൾ അത്ഭുതം കേട്ടു, അത്ര വലിയ മഹത്വം ഉണ്ട്. ഞാനത് എന്തായാലും എൻ്റെ കാത് കൊണ്ട് ഞാൻ കറക്റ്റ് നബി തങ്ങളിൽ നിന്ന് കേട്ടതായിട്ട്. അപ്പൊ ഉദൂക്ക് തന്നു ഇത്ര മഹത്വമുണ്ടോ എന്ന് അബൂമാമ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു കൊണ്ടു. ഇപ്പൊ ഞങ്ങളെ വിഷയം ബാബുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ ആയിട്ട് എത്ര ഈ ചെറിയൊരു ഉദൂക്ക് എത്ര മഹത്വമുണ്ട് എന്നുള്ളത്. അപ്പൊ അള്ളാഹു അടിമകളോട്ട് എത്ര കരുണ കാട്ടണം. അപ്പൊ അള്ളാഹുടെ റഹ്മത്തിൽ ആഗ്രഹിക്കണം. ഇതായിട്ട് ഞങ്ങളെ ബാബുമായി ബന്ധപ്പെട്ട വിഷയം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹദീസിലേക്ക് പ്രവേശിക്കാം.
വൻ അബി നജി അമ്രുബിന് അബസ റളിയല്ലാഹു ബി ഫത്തിൽ ഐനി വൽ ബായി അസ്സുലമി റളിയല്ലാഹു അബസാന്റെ വായിക്കേണ്ടത്. കാല അമ്രുബിന് അബസ റളിയല്ലാഹു ചൊല്ലു കുന്തു വ അന ഫിൽ ജാഹിലിയത്തി, ഇസ്ലാമുക്ക് മുന്നൽ തന്നെ ഈ ജാഹിലിയായ കാലത്ത് ഞാൻ വിചാരിച്ചോണ്ടിരുന്നെ, അതൊന്നു ഞാൻ വിചാരിച്ചിരുന്നെ അന്നന്നാസ അലാ ളലാല, ഈ ജനങ്ങളൊക്കെ വഴിക്കേടിലായിട്ട് ഹിദായത്തിലല്ല സന്മാർഗത്തിൽ നിന്ന് തപ്പിപ്പോയങ്ങ്. അന്നവും ലൈസു അലാ ഷൈഇൻ, അങ്ങ് ഒരു യഥാർത്ഥ ദീന്റെ മേലല്ല. ഓം യഅബുദൂനൽ ഔസാൻ, വിഗ്രഹങ്ങളെ അങ്ങ് ഇബാദത്ത് എടുക്കുന്നത്. ഫസമീതു ബിറജുലിൻ ബിമക്കത യുഖ്ബിറു അഖ്ബാറ, ആ സമയത്തായിട്ട് എനിക്കൊരു വിഷയം കേട്ടെ, മക്കത്തിൽ ഒരാൾ വന്നിട്ട് എന്തോ ഒരു പുതിയ ദീനല്ല ചൊന്നുകൊണ്ടുണ്ട്. ഫഖഅത്തു അലാ റാഹിലതി, അപ്പൊ നന്റെ വാഹനത്തെ മേലെ ഞാൻ എത്തിച്ചെ, വാഹന ഒൻಟ കുതിരായിട്ട് കണ്ടത്തെ വാഹനം. ഫഖദിംതു അലൈ, ഞാൻ ആ മക്കത്ത് മുന്നിട്ട് ആ നബിയുടെ മേൽ മക്കത്തുള്ള ആലമുണ്ട്. ഫൈദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഖ്ഫിയ, അള്ളാന്റെ റസൂൽ അണ്ട് ഒണിച്ച് നിൽക്കുന്ന സന്ദർഭമായിട്ട് പുറത്തിലിങ്ങനെ വന്ന് ചൊല്ലും പോലെയല്ല, പുഷ്ടിക്കിങ്ങനെ അത്ര ഉപദ്രവം. ജുറആഹു അലൈഹി ഖൗമുഹു, ആ നബിയുടെ കൗമ് ആ നബിയുടെ മേൽ എന്താക്കിയിട്ടുള്ള അധികാര കാട്ടിയിട്ടുള്ള ബുഡാല അങ്ങനെ ആക്കത്തീര ഇങ്ങനെ ആക്കത്തീരാന്ന് ചൊന്നിട്ട് നബിയുടെ മേൽ എന്താക്കിയിട്ടുള്ളത് അല്ല ഉപദ്രവം ആക്കുന്ന ഒരു ടൈം ആയിട്ടേക്കാം. ഫതലത്തഫ്തു, അങ്ങനെ ഞാൻ എന്താക്കിയ ഞാൻ ഹത്താ ദഖൽതു അലൈബി മക്കത്ത, മക്കയിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ തങ്ങളെ മുട്ട ഞാൻ എത്തിയ. ഫതലത്തഫ്തു ചെന്നെങ്കിൽ എന്താക്കിയ ഒരു എങ്ങനെയുള്ള ആയിട്ട് എൻ്റെ ഒരു ഹിക്മത്ത് പ്രയോഗമാക്കിയിട്ട് എത്തിയെങ്കിൽ ആൾമാർ എതിരിൽ പബ്ലിക്കിൽ ഞാൻ ആയാലും മുട്ടപ്പോണ്ടേ ചെന്നിട്ട് പോയിട്ടല്ല, ഞാൻ എന്താക്കിയ ഒരു ഹിക്മത്ത് അവിടെ പ്രയോഗമാക്കിയിട്ട് അവിടേക്ക് ഞാൻ എത്തിയ. ഫഖുൽതു ലഹു, ചെന്ന് എല്ലാവർക്കും ഗൊന്താവാത്ത പോലെ എന്തായിക്കെ ഞാൻ അവിടേക്ക് എത്തിയ എന്നായിട്ടിരിക്കുന്നു. ഫഖുൽതു ലഹു മാ അൻത, ഞാൻ പോയിട്ട് കേട്ടെ നിങ്ങൾ ആറ്? ഖാല അന നബിയുൻ, ഞാൻ നബി. ഖുൽതു വമാ നബിയുൻ, നബി ചെന്നിങ്ങ എന്തിന്? ഖാല, അപ്പൊ ചെന്ന് നബി തങ്ങ ചെന്ന് അർസലനി അല്ലാഹു, അല്ലാഹു എൻ്റെ കടത്തിരെ. ഖുൽതു വബി അയ്യ ഷൈഇൻ അർസലക, അല്ലാഹു എന്തൊരു ചുന്തറകുണികളെ കടത്തിരെ. ഖാൽ, അപ്പൊ ചെന്ന് അർസലനി ബിസ്ലത്തിൽ അർഹാം, എൻ്റെ കടത്തിൽ കുടുംബ ബന്ധം ചേർക്കണമെന്നും കസറിൽ ഔസാൻ, വിഗ്രഹങ്ങളൊക്കെ പൊളിച്ചെടുക്കണമെന്നും അള്ളാഹുവിനെ അള്ളാഹുവിനെ കൊണ്ട് ഒന്നും ശിർക്ക് വെക്കാണ്ട് അള്ളാഹു മാത്രം തൗഹീദാക്കണം, ഇബാദത്ത് എടുക്കണം, അള്ളാഹുടെ മാത്രം വിശ്വസിക്കണമെന്നും. കുൽത്തു, അപ്പൊ ഞാൻ കേട്ടെ ഈ കാര്യങ്ങൾ കൊണ്ടായിട്ട് എൻ്റെ അള്ളാഹ് കടത്തി. കുൽത്തു, ഞാൻ കേട്ടെ ഫമഅകാല, ഈ ദീൻ ചെന്ന് കൊടുക്കുക, ഈ ഒരു വിശ്വാസത്തെ മേൽ നിങ്ങളൊട്ട് ആറുള്ളാറ്? കാല, അപ്പൊ ചെന്തു ഹുറുൻ വഅബ്ദുൻ, ഒരു സ്വതന്ത്രനായ ഒരാളുണ്ട്, അടിമയായ ഒരാളുണ്ട്. ഒമഅഹു, നബി തങ്ങളോട് കൂടെ ഉണ്ട് യൗമയിദിൻ അന്ത് അബൂബക്കറും ബിലാൽ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഇങ്ങൊക്കെ ഇസ്ലാമിന്റെ ബിലാൽ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു. ഖുൽതു ഇന്നി മുത്തബീഖ്, അപ്പൊ ഞാൻ നിങ്ങളെ പിൻപറ്റുറേൻ. കാല, അപ്പൊ ചെന്ന് ഇന്നക്ക, നബി തങ്ങൾ ചെന്ന് ഇന്നക ലൻ തസ്തതിഅ ദാലിക യൗമക ഹാദ, ഈ നാളിൽ നിനക്കത് സാധ്യമല്ല. ചെന്ന് ഇവിടെ കൂടിയിട്ട് രണ്ടിട്ട് കൂടിയിട്ട് ഇതൊക്കെ എന്താക്കുക സേരിട്ട് നിൽക്കും ഇപ്പൊ സാധ്യമല്ല, ഇവിടെ കഷ്ടമുള്ളൂ. അലാ തറ ഹാലി വഹാലന്നാസ്, നന്റെ അവസ്ഥയും മക്കത്തെ ആൾമാരുടെ അവസ്ഥയും നിങ്ങൾ ഗൊന്തില്ലേ കാണില്ല. ഇപ്പം വലാക്കിൻ ഇർജില അഹ്ലിക്, ഇപ്പൊ നിങ്ങളെ കുടുംബത്തിൽ നിങ്ങൾ പോകും. ഫൈദാ സമയത്ത ബി കത് ലഹർത്തു ഫഅ്തിനി, ഞാൻ വിജയിച്ചിട്ട് നിങ്ങൾക്ക് വിഷയം കിട്ടുമ്പോൾ നിങ്ങൾ എൻ്റെ മുട്ട പറഞ്ഞു. കാല, അപ്പൊ അയാൾ ചൊല്ലി അമ്രുബിൻ അബസ് ഫദഹബതു ഇലാ അഹ്ലി, ഞാൻ എൻ്റെ കുടുംബത്തിക്ക് ഞാൻ പോയ. ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത്, അങ്ങനെ നാല് കഴിഞ്ഞ് നബി 13 വർഷം മക്കത്തിൽ ദീൻ പ്രബോധനാക്കി പിന്നെ ടിക്കർ മദീനത്ത് പോയി. നബി തങ്ങ മദീനത്ത് പോയി. വകുന്തു ഫി അഹ്ലി, ഞാൻ എൻ്റെ ആ റായത്തിൽ നിന്ന് എൻ്റെ അഹ്ല് എൻ്റെ ആ കുടുംബത്തിൽ നിന്ന്. ഫജഅൽതു അതഖബ്ബറുൽ അഖ്ബാർ, അപ്പൊ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ആ വിഷയങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടില്ല. എന്തായിട്ട് വസ്അലുന്നാസ, ജനങ്ങളോട്ട് ഞാൻ കേൾക്കുക. ഈന കദിമൽ മദീനത്ത, നബി തങ്ങൾ മദീനത്തിന് മുന്നിട്ടപ്പ ജനങ്ങളൊട്ട് കേൾക്കാൻ ശുരുവാക്കി. എന്നാൽ എവിടെ എത്തിയിട്ട് എന്താ എത്തി എന്ന് നബിയുടെ വിഷയം അറിഞ്ഞുകൊണ്ടിരിക്കും. ഹത്ത കദിമ നഫറും മിൻ അഹ്ലി അൽ മദീന, നന്റെ ഈ റായത്തിൽപ്പെട്ട നന്റെ ഈ കുടുംബത്തിൽപ്പെട്ട കൊരി ആളുമാരോട് മദീനത്ത്
മദീനത്തെ മുന്നിട്ട് വന്നത്. ഫഖുൽതു മാ ഫഅല ഹാദ റജുലു ലദി ഖദിമൽ മദീന. അപ്പം അങ്ങനെ ടിക്കറ്റെ മദീനത്ത് ഈ മക്കത്ത് ഒരാൾ പോയില്ലല്ലേ നബിയും ചെന്നിട്ടല്ലോ, അയാൾ എന്തരേ തിണ്ടാക്കിയട്ടെ അതെ എൻ്റെ കുടുംബത്തിൽ നിന്ന് മദീനത്തേക്ക് പോയിട്ട് വന്ന ആൾ മാറട്ടും നാക്കിയട്ടെ വേറെ എന്താ ആവശ്യത്തിൽ പോയി അങ്ങായിട്ട് കാലു ഫക്കാലു. അപ്പം അങ്ങ ചൊന്നത് അന്നാസു ഇലൈഹി സിറാ, ആൾമാറല്ലോ അയാൾ മുട്ട വന്നോണ്ടുള്ളത് ഇസ്ലാം സ്വീകരിക്കൂ. വഖദ് അറാദ ഖൗമുഹു ഖത്ലഹു, മക്കാർ ആയത്തങ്ങ അയാൾ കൊല്ല ഉദ്ദേശിച്ചെന്നത്. ഫലം യസ്തതിഉ ദാലിക, അതങ്ങ് സാധ്യമായിട്ടില്ല. ഫഖദിംതുൽ മദീനത്ത്, ഇത് കേട്ടിട്ടാണ് മദീനത്തിൽ പോയത്. നബി തങ്ങ ചൊന്നല്ലേ നാണ് വിജയിച്ചിരാണ്ട് എനിക്ക് വിഷയം കിട്ടുമ്പോൾ നീ എൻ്റെ മുട്ട പാണ്ട് മദീനത്ത് പോയി. ഫദഖൽതു അലൈഹി, നബിയുടെ മുട്ട പ്രവേശിച്ച. ഫഖുൽതു, നാ ചൊന്ന യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ അതഅരിഫിനി, നിന്റെ ഗുർത്തണ്ട. ഖാല നഅം, അപ്പ ചെന്തതി. അന്തല്ലദീ ലഖീതനി ബി മക്കത, മക്കയിൽ നിന്റെ മുട്ട വന്ന ആളല്ലേ. ഖാല, അപ്പ ചെന്ത് അതായത് ചൊല്ലെ. ഫഖുൽതു, നാ ചൊന്ന യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ അഖ്ബിർനി അമ്മാ അല്ലമകല്ലാഹു അജ്ഹലുഹു, അള്ളാഹു നിങ്ങൾക്ക് പടിപ്പാട്ടി തന്നത് നക്ക് ഗൊന്തില്ലാത്തതുമായ ആ കാര്യമുണ്ടല്ലേ അതെനിക്ക് പടിപ്പാട്ടി തരും, നക്ക് പടിപ്പാട്ടി തരും. അഖ്ബിർനി അന സ്വലാത്തി, നിസ്കാരത്തെ കുറിച്ച് നക്ക് ചൊന്തറും. കാല, അപ്പ നബി തങ്ങ ചെന്ത് സല്ലി സലാത്ത സുബ്ഹ്, സുബ്ഹി നിസ്കാരം നീ നിസ്കരിക്കണം. സുബ്ഹി ഫജർ സാദിക്കാകുമ്പോഴത്തേക്ക് സൂര്യ ഉദിക്കലേക്ക് കുറെ ടൈം വന്നോളൂ. സുമ്മ ഖുസുർ അനി സ്വലാത്തി, പിന്നെ നിസ്കാരത്തെ നീ തടഞ്ഞു നിൽക്കുക, പിന്നെ നിസ്കരിക്കണം. ഹത്ത തർത്തഫിയ ഷംസു കീദ റൂമിഹിൻ, സൂര്യൻ ഉദിച്ചിട്ട് ഒരു ചവളത്തര, ഒരു ചവള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ട് യുദ്ധത്തിൽ ഉപയോഗമാക്കിയ ഒരു കുന്തായിട്ടിക്കട്, അത് ഒലിമ്പോ സിബുറുണ്ടല്ല അത്ര ഉദ്ദത്തെ ഒരു ചവളായിട്ടിക്കട്, അത് ഒരു ബടി പോലത്തെ. അപ്പോൾ അത് അങ്ങ് അന്നത്തെ കാലത്തുള്ള കണക്ക് ചൊല്ലുക അതിൽ ഉപയോഗമാക്കിയത്. രണ്ട് മീറ്ററിട്ടും സ്കെയില് ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് അങ്ങനെ ഇല്ലല്ലേ, ഇത്ര ഫീറ്റ് ഇത്ര. അപ്പം അങ്ങനെ ഇങ്ങനത്തെ പദങ്ങളായിട്ടിക്കട് ഉപയോഗമാക്കിയതന്നെ. അപ്പൊ നബി തങ്ങ ചെന്ത് ഒരു ചവളം ആ കുന്തത്തെത്ര സൂര്യൻ ഉയർന്നവിടത്തോളം നീ നിസ്കരിക്കണ്ട. അപ്പൊ സുബൈ നിസ്കരിച്ചിട്ട് പിന്നെ സുന്നത്ത് നിസ്കരിക്കയില്ല. സൂര്യ ഉദിച്ചിട്ട് ഒരു ചവലത്തത്ര മേൽ പോണ്ടത്ര. പണ്ഡിതന്മാരിൽ ഒരു 20 മിനിറ്റ് കാഗണ്ടലേക്ക് കണക്കാക്കിയത്, അത് ഒരു 20 മിനിറ്റ് ആ ടൈമിൽ എന്താക്കണം നിസ്കരിക്കണം. ഫൈന തത്തുലു ഹീന തത്തുലു ബൈന കറുനൈ ശൈത്വാനിൻ, ആ സമയത്ത് സൂര്യൻ ഉദിക്കട ആ സമയത്ത് ഷെയ്ത്താൻ്റെ ജണ്ട് കൊമ്പുടയിൽ ഉദിക്കും. ഷെയ്ത്താൻ്റെ ജണ്ട് കൊമ്പുടയിൽ ഉദിക്കണെന്നുണ്ടെങ്കിൽ ഈ സൂര്യൻ ഉദിച്ച് പറയുമ്പോഴത്തേക്ക് ഈ പിന്നെന്താക്കിടാറ് ഈ ചില ആൾമാർ ഇതിരെ പൂജാക്കിട ആൾമാറുള്ളാറ് സൂര്യത്തെ. അപ്പം ഈ ഷെയ്ത്താൻ എന്താക്കുന്നെങ്കിൽ അവിടെ പോയിട്ട് നിൽക്കരുത്, സൂര്യ ഉദിക്കൽ ആ ഭാഗത്ത് ഈ ഷെയ്ത്താൻമാർ നിൽക്കരുത്. എന്താണെങ്കിൽ ഈ പൂജാക്കിടങ്ങന്തല്ല ഈ ഓണ് കിട്ടുകയായിട്ട്, ഓണക്ക് അങ്ങ് ആരാധിച്ച പോലെ ആവുകയായിട്ട്. അപ്പം മനുഷ്യന്മാർക്ക് ഓൻ്റെ പിൻപറ്റിയ ആൾമാർക്കൊക്കെ ഈ ഷെയ്ത്താൻമാർ അത് കൽബ് തോന്നിപ്പിച്ചു കൊടുത്തറ ഈ നേരത്ത് ഇങ്ങനെ ആക്കുന്നു. വഹീന ഇതിന് യസ്ജുദ് ലഹൽ കുഫാർ, ആ നേരത്ത് കാഫിരിങ്ങൾ സൂര്യത്തേക്ക് സുജൂദാക്കുക. അപ്പം അതുകൊണ്ടിട്ട് നീ എന്താക്കണ്ട, സൂര്യ ഉദിച്ചിട്ട് ഒരു ചവലത്തത്ര മേൽപണ്ടത്ര ടൈമിൽ നിസ്കരിക്കണം. സുമ്മ സല്ലി, പിന്നെ നിസ്കരി. ഫൈന സ്വലാത്ത മഷ്ഹൂദത്തുൻ, അത് സാക്ഷിയാക്കപ്പെട്ടതും മഹദൂറത്തുൻ, അള്ളാഹുവിൻ്റെ മലക്കുകൾ ഹാജരാകപ്പെടുന്നതും. പിന്നെ പിന്നെ നിപ്പ് നിസ്കരിക്കുക. അപ്പൊ നബി എന്താക്കണമെന്നുണ്ട്, ഫർദ് സുബൈ നിസ്കാരം നിസ്കരിച്ചിട്ട് സൂര്യ ഉദിച്ചിട്ട് ഒരു 20 മിനിറ്റ് അവിടെ ഒരു സുന്നത്ത് നിസ്കാരം അല്ല നിസ്കരിക്കുകയില്ല. അപ്പൊ നബി തങ്ങ ചൊന്നു കൊടുക്കട്ടെ, സുബൈ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സൂര്യ ഉദിച്ചിട്ട് ഒരു ചവലത്തത്ര മേൽപണ്ടെത്ര നേരം നീ നിസ്കരിക്കണം. പിന്നെ നീ സുന്നത്ത് നിസ്കാരം എത്രയും നിസ്കാര ചൊല്ലിയത് മലക്കുങ്ങ ഹാജരാവുന്നതും മലക്കുങ്ങ ಅದಕ್ಕೆ സാക്ഷിയാവുന്നതും ഭൂമിയല്ല ಅದಕ್ಕೆ സാക്ഷിയാവും. മഷ്ഹൂദത്തുനിന്ന് സാക്ഷിയാക്കപ്പെട്ടത് നീ നിസ്കരിച്ചിട്ട് ഭൂമി നിൽക്ക് സാക്ഷി നിൽക്കണം, മലക്കുങ്ങ അവിടെ ഹാജരാവണം. എവിടത്തോളം ചെന്നെങ്കിൽ ഈ ലില്ല് ചെന്നെങ്കിൽ നനല് അത് ഈ ചവലത്തൊട്ട് ഈ കുന്തത്തൊട്ടിട്ട് സമാവിടെ എടുത്തോളൂ ചെന്നെങ്കിലും അണ്ടെല്ലാം എന്താക്കിയെന്നാറ് അങ്ങ് ഒരു ടൈം നോക്കുകയല്ല. അങ്ങനെ കയ്യിൽ ഈ റുമ്പ് ചെന്ന് ഈ യുദ്ധത്തിൽ ആ ഉപയോഗമാക്കി ഈ കുന്തമുണ്ടായി, ഈ കുന്തത്തെ പഠിച്ചെന്ന പോലെ അലത്തത്ത് കാമ്പ് ഉപയോഗമാക്കിയ പോലെ ടൈം നോക്കുക എന്താക്കിയെന്നാറ് അതിലിങ്ങനെ വെച്ചിട്ട് നോക്കിയെന്നാറ് ചെന്നെങ്കിൽ ഇതിങ്ങനെ വെച്ചൻ കണ്ടെങ്കിൽ ഇതിരെ നനൽ ഇപ്പുറത്തേക്ക് പോലെ സുറുവായിത്തും കണ്ടെങ്കിൽ അല്ലെ സൂര്യ ഇപ്പം ആ ഭാഗത്ത് ചെരിഞ്ഞെത്തിട്ടെന്നർത്ഥം. അപ്പം ഇതിങ്ങനെ മേലെ സൂര്യ ഈ സൈഡ് ഇങ്ങനെ ഉദിച്ചുകൊണ്ട് പറയുമ്പോഴത്തേക്ക് ഈ കുന്ത ഇങ്ങനെ വെച്ചതിന് നനൽ ഇപ്പുറത്തേക്ക് പുള്ളു. അത് സൂര്യ ഇങ്ങനെ മേലെ വന്ന പോലെ ഈ നനൽ മുട്ട 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 പണ്ട്. അപ്പം സൂര്യ നേരെ മേലെത്തുമ്പോഴത്തു കൂടെ നനലിക്കില്ല. അപ്പം അതാ ചെന്നത് ഏനെ ഈ തണലുണ്ടല്ലേ
അത് ഈ കുന്തത്തെ അടിക്കെത്ര തോലെ നിസ്കരിക്കും. തുമ്മക്കുസറാനിസ്സല പിന്നെ നിസ്കരിക്കാണ് ആ ടൈമിൽ പിടി. അപ്പം അത് ലുഹുർ ബാങ്ക് തെല്ല് മുന്നത്തെ ടൈമിനെ സംബന്ധിച്ചുള്ളത് ആ ടൈമിൽ നിസ്കരിക്കോ തീരാണ്. ഫൈനഹ ഏനേതും തുസ്ജറു ജഹന്നം ആ നേരത്ത് നരകത്തെ എന്താക്കുക ജോറിൽ കത്തിക്കപ്പെട്ട ഒരു ടൈമായിട്ട്. ഫൈദ അക്ബൽ അൽ ഫൈ ഇനി ഈ ഫൈ എന്ന് ഈ നരണ്ട് പറ്റേ ലെല്ലും ചൊന്തല്ലേ, അതായത് ഇത് ബടിങ്ങനെ കുത്തിയെങ്കിൽ സൂര്യ ഈ സൈഡ് ഉദിക്കലെങ്കിൽ ഇതിനെ നനൽ ഇപ്പുറത്തേക്ക് കൊണ്ടു ഇതൊക്കെ ലെല്ല് ചൊല്ല് ലെല്ല് അത് ഇപ്പുറത്തേക്ക് പുള്ളേക്കും ചൊല്ലി ഇപ്പുറത്തേക്കും പുള്ളു. പക്ഷെ ഫൈയും ചൊല്ല പദം ഇപ്പുറത്തേക്ക് പുള്ളേക്ക് മാത്രം സൂര്യ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പറയുമ്പോൾ പിന്നെ നനൽ ഇപ്പുറത്ത് പുള്ളല്ലേ ഇതൊക്കെ ചൊല്ലെ ഫൈ. അപ്പൊ ഈ ഫൈ ഇപ്പുറത്ത് പൂലൊക്കെ ശുരുവാക്കിയെങ്കിൽ അതാ ഫസല്ലി പിന്നെ സുന്നത്ത് നിസ്കാരത്തോളം നിസ്കരിക്കുക, അസർത്തോളം നിസ്കരിക്കുക. ഫൈന സ്വലാത്ത നിശ്ചയമായിട്ട് നിസ്കാരം മഷ്ഹൂദത്തുൻ അത് ഹാജരാക്കപ്പെട്ടതും സാക്ഷിയാക്കപ്പെട്ടതും മഹദൂറത്തുൻ മലക്കുകളെ ഹാജരാക്കപ്പെട്ടതുമായിട്ട് അത്താ തുസല്ലി അൽ അസർ അസർ നിസ്കരിക്കുന്നതോളം സുന്നത്ത് നിസ്കാരത്തോളം നിസ്കരിക്കുക. സുമ്മ ഖുസ്റാനി സ്വലാത്തി പിന്നെ നിസ്കാരിക്കണം, അസർ നിസ്കരിച്ച് പിന്നെ സുന്നത്ത് നിസ്കരിക്കണം. ഹത്താ തഗറുബ ശംസ് സൂര്യൻ അസ്തമിക്കുന്നതോളം. അപ്പൊ അസർ നിസ്കരിച്ച് പിന്നെ സുന്നത്ത് നിസ്കാരമില്ല, സൂര്യ അസ്തമിക്കുന്നതോളം. ഫൈന തഗറുബ ബൈന കറുനൈ ശൈത്താൻ സൂര്യൻ അസ്തമിക്കുമ്പോൾ ശൈത്താന്റെ രണ്ട് കുമ്പുടെ ഇടയിൽ അസ്തമിക്കലേ. വഹീനൈദിൻ യസ്ജുദു അൽ കുഫാർ ആ ടൈമിൽ കാഫിരിങ്ങളേക്ക് സുജൂദ് ചെയ്താണ്. ആ ചൊന്നതിന്റെ അർത്ഥം സൂര്യൻ അസ്തമിക്കുന്നതായ നേരത്ത് ആ ഭാഗത്തുള്ള ശൈത്താന്മാരെന്താക്കുന്നത് അത് ഈ റായത്തങ്ങ കാണ്ട ആ സൈഡിൽ പോയിട്ട് അവിടെ നിൽക്കുന്നത് ചെന്നെങ്കിൽ അവിടെ അതൊക്കെ പൂജ ആക്കണമെങ്കിൽ അത് ഇങ്ങാക്കിയ പോലെ ആവുക പേനായിട്ട് കാലം. അത് എന്നിട്ട് ചൊല്ലു ഫക്കുൽത്ത് നാ ചൊന്ന യാ നബി അല്ലാ അള്ളാന്റെ നബി ഫൽ ഉദു ഹദ്ദിത്നി അൻഹു നിസ്കാരത്ത് ഉദു എടുക്കണ്ടല്ലോ അതിനെ വിശേഷം തോറും. ഫഖാല അപ്പ നബി തങ്ങ ചെന്ന് മാ മിൻകും റജുലുൻ യുഖർരിബു വദുഅഹു നിങ്ങളിൽ നിന്ന് ഏതൊരുത്തനും അവൻ ഉദു എടുക്കുന്ന തന്നെ അവന്റെ മുട്ട കടന്ന് വെച്ചെങ്കിൽ ഫയത്തമാകുമാലും എന്നിട്ട് അവൻ ബായി മുക്കുലിച്ച ഉദു എടുക്കും. വയസ്തനുഷിക്കു മൂക്ക് തന്നി ബലിച്ച ഫയന്തിറു ഫയന്തത്തിർ എന്നിട്ട് മൂക്കിടെ തന്നെ ചീറ്റിയ മേല് വലിച്ചിട്ട് ഇങ്ങനെ ഇടത്തെ കെലിച്ചിന്റെ ഇല്ല ഖറത്ത് ഖതായ വജിഹി വഫീഹി വഖയാശീമിഹി അവന്റെ മുഖത്തെ അവന്റെ ബായിടെ അവന്റെ തരിമൂക്കിടെ ദോഷമല്ലാതോടു കൂടെ പോണു. തുമ്മൈദ ഗസല വജിഹു പിന്നെ അവന് മുഖ കൽകിയാൻ കണ്ടെങ്കിൽ കമ അമറല്ലാഹു അല്ലാഹു കൽപ്പിച്ചതുപോലെ ഇല്ല ഖറത്ത് ഖതായ വജിഹി അവന്റെ മുഖത്തെ ദോഷങ്ങളെല്ലാം പോണ്ട് മിൻ അതുറാഫി ലിഹിയതിഹി മഅൽ മായി ഈ തന്നി മുഖത്തെ ഇങ്ങനെ ഇത് താടിയിലൂടെ കൂടെ ഇങ്ങനെ തന്നി എത്തുമ്പോൾ എന്തായിട്ട് ആ തന്നിന്റെ തുള്ളിയോട് കൂടെ അവന്റെ ദോഷങ്ങളെല്ലാം ഇഞ്ഞു പോണു. സുമ്മ യഗ്സിലു യദൈഹി പിന്നത്തെ എന്താക്കണം രണ്ട് കൈയുടെ കൽകണം ഇലൽ മിർഫഖൈനി മുട്ടുത്തോളം. അവൻ കൽകുമ്പോൾ അവൻ കൽകില്ല ഇല്ല ഖറത്ത് ഖതായ യദൈഹി അവന്റെ രണ്ട് കൈയുടെ ദോഷങ്ങൾ പോയിട്ടല്ലാണ്ട് മിൻ അനാമിലിഹി ബെറൽ കൊടിയോട് കൂടെ മിൻ അനാമിലി ബെറൽ കൊടിയിൽ നിന്ന് മാൽമായി തന്നിയോട് കൂടെ. അപ്പൊ തന്നിങ്ങനെ ഒലിക്കിട്ട് ഇങ്ങനെ എത്തുമ്പോൾ അവന്റെ ദോഷങ്ങളെല്ലാം അതോടുകൂടെ കൊണ്ടുപോകും. സുമ്മയംസൗ റഹ്സൗ എന്നിട്ട് അവന്റെ തലയുടെ അവൻ തടവുറ ഇല്ല ഖറത്ത് ഖത തലയുടെ തടവില്ല ഇല്ല ഖറത്ത് ഖതായ റഅസിഹി തലയുടേതായ ദോഷങ്ങളെല്ലാം പൂണ്ടുകൊണ്ടു മിൻ അത്റാഫി ഷാരി മുടിയുടെ കൊടിയിലോട് കൂടെ മാൽമായി തന്നിയോട് കൂടെ. അപ്പൊ തന്നി തൊമ്പത്തി എന്താവും ഈ ദോഷങ്ങളൊക്കെ പോണു. സുമ്മ യഗ്സിലു ഖദമൈഹി ഇലൽ കഅബൈൻ എന്നിട്ട് രണ്ട് കാലവും കൽകില്ല മണികെട്ട് തോറും ഇല്ല ഖറത്ത് ഖതായ റിജ്ലൈഹി കാലിയുടെ ദോഷങ്ങളെല്ലാം ഇഞ്ഞി പോവാണ്ടില്ല മിൻ അനാമിലി ബെർലിയുടെ കുടിയിൽ നിന്ന് മാൽമായി തന്നിയോട് കൂടെ ദോഷങ്ങളെല്ലാം ഇഞ്ഞു പോണം. ഫൈൻ ഹുവ കാമ എന്നിട്ട് അവൻ നിന്നെങ്കിൽ ഫസല്ല നിസ്കരിച്ചെങ്കിൽ ഫഹമിദ അല്ലാഹു തആല അല്ലാഹുവെ ഹംദ് ചൊന്നെങ്കിൽ വാസനാലി അല്ലാഹുവെ സ്തുതിച്ചു ചൊന്നെങ്കിൽ വമജ്ജദു അല്ലാഹുവെ പിന്നെയും വണ്ണിച്ചു ചൊന്നെങ്കിൽ ബില്ലദി ഹുവ ലഹു അഹ്ലുൻ അല്ലാഹുവെ എങ്ങനെയല്ല അല്ലാഹുവെ പുകഴ്ത്തി തീരും ആ നിലക്കെല്ലാം പുകഴ്ത്തി ചൊന്നെങ്കിൽ വഫറഗ ഖൽബഹു ലില്ലാഹി തആല അവന്റെ ഹൃദയത്തെ അല്ലാഹുവെ ഒഴിവാക്കിയെങ്കിൽ ഇല്ല ഇൻസറഫ മിൻ ഖതീഅതി അവന്റെ ദോഷത്തിൽ നിന്ന് അവൻ തിരിഞ്ഞു പോയതുപോലെ ഏതുപോലെ കയ്യഹത്തി യൗമ വലദത്തു അവന്റെ ഉമ്മ പിറമ്പത്ത് എങ്ങനെയൊക്കെയാണ് ഉമ്മ പിറമ്പത്തിൽ എന്തെങ്കിലും ഒരു ദോഷക്കട ഇല്ല അതേപോലെ അവിടെ. അപ്പൊ എന്തൊരു ചൊന്നേ വുളു എടുക്കുമ്പോൾ ഓരോ അവയവങ്ങളെ കൽകുമ്പോൾ ദോഷങ്ങളെല്ലാം കൊണ്ട് കൈ കൽകുമ്പത്തോ വായ് മുക്കലിക്കുമ്പത്തോ മുഖ കൽകുമ്പത്തോ
കാല് കൽക്കുമ്പോൾ തല തടവുമ്പോൾ ഇങ്ങനെ അവൻ എന്താ അവിടെ ശുദ്ധി അവിടെ. എന്നിട്ട് നിസ്കാരത്ത് നിന്നിട്ട് അവൻ ഭയഭക്തിയോടു കൂടെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദോഷങ്ങളും അതോടുകൂടെ അവനിൽ നിന്ന് ശുദ്ധിയാവും. എല്ലാ ദോഷങ്ങളിലും അവനിൽ നിന്ന് പൂണ്ടു പോണ്ടുണ്ടോ ചെന്ന് വണങ്ങിയ മരത്തെ ഇല എങ്ങനെ കീഴ്പുണ്ടോ അതുപോലെ ദോഷങ്ങളെല്ലാം പോണ്ടുപോകും. അപ്പൊ അവൻ നിസ്കാരം തീരുമ്പോൾ എന്താവും? ഉമ്മ പെത്ത മോന്റെ പോലെ അവിടെ. അമ്രുബിൻ അബസാബി ആദൽ ഹദീസ് അബാ ഉമാമ. ഈ ഹദീസ് ചൊന്നത് അബൂ ഉമാമ എന്ന സ്വഹാബിയുടെ തിട്ടിയായിട്ടിരിക്കുന്നത്. സാഹിബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഉമാമ നബിയുടെ തങ്ങളുടെ സ്വഹാബിയായിട്ടിരിക്കുന്നത്. ഫഖാല അബൂ ഉമാമ. അപ്പൊ അബൂ ഉമാമ ഈ അമ്രുബിൻ അബസയുടെ ടേക്കെടുത്ത്, യാ അമ്രുബിൻ അബസ ഉൻദുർ മാ തഖൂൽ. ഏ അമ്രുബിൻ അബസ, നിങ്ങൾ ചൊല്ലതൊന്ന് നിങ്ങൾ ഒന്ന് ആലോചന കൊറു. ഫീ മഖാമിൻ വാഹിദിൻ യൂതാ ഹാദർ റജുൽ. ഈ ഉദു എടുത്ത് നിസ്കരിക്കണമെന്ന് ഒരേ സന്ദർഭത്ത് കിട്ടുന്ന പ്രതിഫലല്ലേ ഇത്? ഉദു എടുത്ത് നിസ്കരിക്കുമ്പോൾ എത്ര ദോഷങ്ങളല്ല മായ്ച്ചു കളയില് അല്ലെ? അത്ഭുതത്തോട് കൂടി ചൊല്ലെ. ഫഖാൽ അമ്ർ. അപ്പൊ അമ്രുബിൻ അബസ ചൊല്ല്, യാ അബാ ഉമാമ ലഖദ് കബിറത്ത് സിന്നി. അപ്പൊ അയാൾ ചൊല്ലേ, ഞാനിത് കളവ് ചൊല്ലെന്നുമല്ല, നന്റെ വയസ്സ് ചൊമ്മയത്തിനക്ക് ഉറക്ക ഊമി നന്റെ എല്ലെല്ല അതിലെ ബല കുറഞ്ഞ വന്നത്. വക്തറബ അജലി, നന്റെ ആയുസ് തീർന്നുകൊണ്ട് വന്നു. വമാബി ഹാജത്തുൻ അൻ അഖ്ദിബ അലല്ലാഹി തആല, അള്ളാഹുടെ മേൽ കളവ് ചൊല്ലുന്നിട്ട് എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്? വല അല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുന്റെ റസൂലിന്റെ മേൽ ഞാൻ കളവ് ചൊല്ലില്ല. ഇത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ കാതുകൊണ്ട് കേട്ട വിഷയം നിങ്ങൾ ഇട്ടു ചൊല്ലേ. ലൗലം അസ്മാഉ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളിൽ നിന്ന് ഞാൻ കേട്ടിട്ടില്ലെങ്കിൽ, ഇല്ലാ മറത്തൻ ഒരു വട്ടല്ല, ഔ മറത്തിനല്ല രണ്ട് വട്ടല്ല, ഔ തലാത്തല്ല മൂന്നല്ല, ഹത്ത അദ്ദ സബു മറാത്ത് 4 അല്ല 5 അല്ല 6 അല്ല 7 ಅಂತ சொல்றேன். ಇನ್ನಿತ್ತು ಇತರ ನಾ ಕೇಟಿಲ್ಲ. ಮಾ ಹದ್ದಸ್ತು ಅಬದನ್ ಬಿಹಿ, ಈ ಹದೀಸನ್ನ ಅವರಿಕ್ಕലും ചൊല്ലല ಅಂತ ನಾ ಚೊಮ್ಮೆ ಬಟ್ಟ ನಬಿ ತಂಗಳಲ್ಲಿ ಕೇಟ್ರೆ ಈ ಉದು എടുത്തದಕ್ಕೂ ಈ ನಿಸ್ಕರಿಕುള്ള പ്രതിഫലം. വലാകിന്നി സമയത്തു അക്സർ മിൻ ദാലിക, ഇതിനേക്കാളും ഏറെ ഞാൻ കേട്ടെ. റവാഹു മുസ്ലിം. അപ്പൊ ഒരു ഉദു എടുത്ത് നിസ്കരിക്കും ഒരു മനുഷ്യർക്ക് കിട്ടുന്ന പ്രതിഫലം എന്തരേക്കായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ കൂടി വിവരിച്ചത്. ഇനി ഈ ഹദീസിലെ ചില ഭാഗങ്ങൾ, ഖൗലുഹു ജുറആഉ അലൈഹി ഖൗമുഹു വബിജീമി മൽമൂമ വബിൽ മദ്ദി. ജുറആഉ എന്നത് ജീമുകൾ ലമ്മുകൊണ്ടും മദ്ദുകൊണ്ടും അലാ വസ്നി ഉലമാ. ഉലമാ എന്ന് ചൊല്ലുമ്പോഴായിട്ട് ജുറആ എന്നത് ഐ ജാസിറൂന. ജാസിറൂന എന്ന് ചൊന്നെങ്കിൽ അങ്ങ് നബിയുടെ മുട്ട 6 പോയോണ്ടുള്ളവരുണ്ട് അങ്ങ് എന്താക്കിക്കൊണ്ടിരിക്കുന്നത്, നോക്കിക്കൊണ്ടിരിക്കുന്നത്. CAD അല്ലേ, 6 ബണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടുള്ളവർ എന്നത് ജാസിറൂന. മുസ്തതീറൂന അതെന്താക്കുന്നത്, എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത് നബിനെ. ഗൈറു ഹാഇബീൻ. ഗൈറു ഹാഇബീൻ എന്നുവെച്ചെങ്കിൽ പേടിക്കാത്തവരായിട്ട്, ഒരു പേടിയുമില്ല. കാരണം ഇവരെ സ്ഥാനവും ആ മഹത്വവും അങ്ങ് മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കിയിട്ട് അങ്ങനെ കൽബിലൊരു പേടിക്കരുത്. അങ്ങനെ ഒരു പേടിയുമില്ലാണ്ട് നബിയുടെ മേലെ അങ്ങ് അധികാരപ്പെട്ടുകൊണ്ടുള്ളവർ, ധൈര്യം കാട്ടിക്കൊണ്ടുള്ളവർ. ആദ്യ റിവായത്ത് അൽ മഷൂറ, ഇതായിട്ട് ജുറആഉ എന്നതായിട്ട് മഷൂറായ റിവായത്ത്. വറവാഉൽ ഹുമൈദി വഗൈറു ഹിറാഉൻ. ഹുമൈദി ഈ അതുപോലെ അല്ലാത്ത റിവായത്താക്കി ഹിറാ. ജുറആ എന്നതിൽ ഹിറാ എന്നെന്താക്കിയത് റിവായത്താക്കിയത്. ബികസ്രിൽ ഹാഇൽ മുഹ്മല, ആക്ക് പുള്ളില്ലാണ്ട് ജി അല്ല ഹി ആക്കിയിട്ട് കസർ കൊണ്ടിട്ട്. ഒക്കാല മാന ഗിളാബുൻ ദൗ ഗമ്മിൻ വഹമ്മ. ഖുറൈശി ഇങ്ങനെ നബിയുടെ മേലെ ദേഷ്യപ്പെട്ടങ്ങും വിശപ്പിലും ബേജാറിലായങ്ങാൻ. ഖദ് ഈല സ്വബറുഹും ബിഹി. അങ്ങനെ സ്വബർ എന്തായിട്ട് നിയന്ത്രിക്കുകയായിട്ടില്ല. ചെന്നെങ്കിൽ നമുക്ക് സബറെടുക്കുകയാവില്ല. അത്രക്കും നബിയിട്ട് എനിക്ക് പകയുണ്ട്. അങ്ങനെ നബിക്ക് അങ്ങ് ഉപദ്രവിക്കാറ്. അങ്ക് ഇതാക്കാട്ട് എന്താക്കിയത് നബിക്ക് അങ്ങ് ഉപദ്രവിക്കാറ്. മീൻ കൗലിം ഹറ ജിസ്മുഹു യഹ്റ എന്നെല്ലാം അങ്ങനെ സാധാരണ ചൊല്ലലുണ്ട്. ഇതാ നഖസ മിൻ അലമിൻ ഔ ഗമ്മിൻ അനഹ്വി. നൊമ്പലത്തിലോ അല്ലെങ്കിൽ ബേജാറിലോ മുഷപ്പിലോ ശരീരത്തിൽ എന്തെങ്കിലും ആയിപ്പോയില്ലെങ്കിൽ അങ്ങനെ ചൊല്ലലുണ്ട്. അപ്പൊ ആ ഹറ എന്നതിൽ നിന്നായിരിക്കും ഹിറാവു എന്നത്. സഹീഹു അന്നഹു ബിൽ ജീമി. സഹീ ജീമു കൊണ്ട് ജുറആഉ എന്നായിരിക്കും സഹീഹ്. ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന ഖർനൈ ശൈത്വാനിൻ ഐ നാഹിയതൈ റഅസ്. തലന്റെ 2 ഭാഗം ശൈത്താന്റെ 2 കൊമ്പിടയിൽ. വൽ മുറാദ് അത്തംസീലു.
ഇതിന്റെ ഉദ്ദേശം ഒരു ഉപമപ്പെടുത്തലായിരിക്കും. മാനാവ് അന്നഹു ഈനേദിൻ യതഹറക്കു ഷെയ്ത്താൻ വസിയത്തു, ഷെയ്ത്താനും അതിനർത്ഥം എന്തിട്ടുണ്ടെങ്കിൽ ഷെയ്ത്താനും ഷെയ്ത്താന്റെ ടീം അങ്ങൊക്കെ എന്താക്കുന്നത് ആ നേരത്ത് ഈ മനുഷ്യന്മാരെല്ലാം സൂര്യത്ത് പൂജാക്കുമ്പോൾ ഇങ്ങെന്താക്കിടാറ് ഇങ്ങോട്ട് അവിടേക്ക് പ്രത്യക്ഷപ്പെട്ട പോലെ ആക്കിടാറ് എന്തൊക്കെന്നെങ്കിൽ ആ സുജൂതി ഇങ്ങ കിട്ടോപ്പേനായിട്ട് എന്നല്ലാട്ട് ഷെയ്ത്താന്റെ കൊമ്പുടേറ്റുള്ള സൂര്യ ഉദിക്കലേ എന്നല്ല. ഷെയ്ത്താന്റെ കൊമ്പുടെ ഇങ്ങെന്താക്കിടാറ് ആ റായത്തെങ്ങ് സൂര്യ ഉദിച്ചോണ്ട് പറയുമ്പോൾ അങ്ങനത്തെ പൂജാക്കുമ്പോൾ ഇങ്ങെന്താക്കിടാറ് ആ ഭാഗത്ത് ഇങ്ങ പോയി നിൽക്കിടാറ് എന്നർത്ഥം. കൗലു യുഖരിബു വദുഅഹു എന്നതിനർത്ഥമായ യുഹ്ദിറുൽ മാ അല്ലദി യതവദ്ദഉ ബി, വുളു എടുത്തിട്ട് തന്നി അവിടെ കൊടന്ന് വെക്കും എന്നർത്ഥം. കൗലു ഇല്ലാ ഖറത്ത് ഖതായ എന്നതിനർത്ഥം എന്തേ വബിൽ ഖായിൽ മുജായി സഖതത്ത് ദോഷങ്ങളെല്ലാം കീൽ മുങ്ങു കൊണ്ടുപോകും. റവാ ബഅദും ജറത്ത് ബിൽ ജീമി, ഖറത്തിലൂടെ ജറത്ത് എന്നുണ്ട്. വസ്സഹിയു ബിൽ ഖായി, ഖാ കൊണ്ടായിട്ട് സഹി. വഹുവ റിവായത്തുൽ ജുംഹൂർ, ബഹുഭൂരിഭാഗം പണ്ഡിതന്മാർ ഖറത്ത് എന്നായിട്ട് റിപ്പോർട്ടാക്കുന്നു. വഖൗലു ഫയന്തസിർ എന്നതിനർത്ഥം യസ്തഖ്രിജു മാഫി അംഫി മിൻ അദ, മൂക്കിലുള്ള ഉളു എടുക്കുമ്പോൾ മൂക്കിലുള്ള കച്ചറത്തെ നീക്കടേ എന്നർത്ഥം. നസ്രത്ത് തറഫുള്ളാണ്, നസ്രത്ത് ഈ മൂക്കുടെ കൊടിയായിട്ടിക്കട്. അപ്പൊ ഇതൊരു ചീന്തരെ ചൊല്ല, അപ്പൊ ഉൾഗത്തെ നറക്കെല്ലാം നീക്കിയെടുക്കുക എന്നർത്ഥം. അപ്പൊ ഈ അതീത്ര ചില ഭാഗങ്ങളായിട്ട് ഇവിടെ ഇപ്പൊ വിശദീകരിക്കും. അള്ളാഹു ഞങ്ങളൊക്കെ സജ്ജനങ്ങളിൽ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.